സംസ്ഥാനത്ത് ചൂടിനൊട്ടും കുറവില്ല. ഓരോ ദിവസം കഴിയുന്തോറും താപനില ഉയർന്നു തന്നെ തുടരുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ, തൃശൂർ വെള്ളാനിക്കരയിൽ റെക്കോർഡ് ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൃശൂരിലെ വെള്ളാനിക്കരയിലാണ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ടയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. 39-38 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയും തോറും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. വേനൽമഴ ദുർബലമാണ് ഇതുവരെ പെയ്തത്. ഏപ്രിലിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാധാരണ നമുക്ക് ഈ ചൂടുകാലത്ത് ആശ്വാസമാകേണ്ടത് വേനൽമഴയാണ്. പക്ഷേ ഇതുവരെ പെയ്ത വേനൽമഴ വളരെ ദുർബലമായിരുന്നു. ഇനി അങ്ങോട്ട് ഏപ്രിൽ ആദ്യവാരം കുറച്ച് മഴ പെയ്യാൻ, നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശനിയാഴ്ച വരെ കനത്ത ചൂട് ഈ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത. അതായത് സാധാരണ നമുക്ക് ലഭിക്കേണ്ട ചൂടിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില ഉയരുക. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക.